ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ പെരട്ട് തയ്യാറായിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ പെരട്ടാണ്. നല്ല ചിക്കൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാം. ഇനി ചിക്കൻ പെരട്ടിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ 1.25 കിലോ, സവോള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, കറിവേപ്പില, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി മസാലയായിട്ട് നമുക്ക് വേണ്ടത് ഉലുവ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ഇനി നമുക്ക് ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ഉപ്പ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഈ മസാലയെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഈ മസാലയിൽ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ശേഷം ചിക്കൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട്. വേറൊരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 3 ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ട് നമുക്കൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് നമുക്ക് സവോളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് സവോളയിൽ ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും തക്കാളിക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഗരം മസാലയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുത്തപ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റിയെടുത്തിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചിക്കന് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. സവോളയും തക്കാളിക്കും ഒക്കെ യോജിപ്പിച്ചതിന് ശേഷം ചിക്കനിലെ വെള്ളം പറ്റുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. ഇത് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അങ്ങനെ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാവേ. ചിക്കൻ പെരട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇച്ചിരി ഒന്ന് ചൂട് പോട്ടെ. അവിടെ ടേസ്റ്റ് ചെയ്യാം.
നല്ല അടിപൊളിയാണ്. ഈ ചോറിൻ്റെ കൂടെ അല്ലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ.